പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിരിയേറെ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോശുവയ്ക്ക് എത്തിയ പുസ്തകം അല്ലൊരിയ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം. യഹോവയെ സേവിക്കുന്ന നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമൂര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. ഒരിക്കലും നമ്മൾ ആ ഭാഗം വായിക്കും, ശ്രദ്ധിച്ച് വായിക്കുക, ഒന്നുകൂടെ ഓർത്തിച്ച് വായിക്കാം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമൂര്യരുടെ ദേവന്മാരെയോ ആര് സേവിക്കും എന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. യോശുവ നിർദ്ദേശം വെക്കുക. എന്നിട്ട് ഈ ഭക്തൻ പറയും, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് ഒരുപാട് സുപരിചിതമായ വചനമാണ്. ഇനി കേൾക്കുന്ന പ്രശ്നം, യോശുവ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല ആത്മീയ നേതാവാണ്. യോശുവ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു സമർപ്പണമുള്ളവരാണ്. യോശുവ ഒരു നല്ല ലീഡറാണ്, നല്ല കഴിവുള്ളവനാണ്, കാര്യാദികളെ ഗ്രഹിക്കുവാൻ തിരിച്ചറിയുവാൻ ബോധ്യമുള്ളവനാണ്, സുബോധത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ്, പിതാക്കന്മാരിൽ നിന്ന് ഒരുപാട് പഠിച്ചതാണ്, മോശയോട് കൂടെ നടന്ന ദൈവിക സംരക്ഷണവും ദൈവിക കാര്യത്തിൽ നന്നായി അനുഭവിച്ചറിഞ്ഞവനാണ്. ഒരു ലീഡറായിരിക്കേണ്ട യോഗ്യത എന്തെല്ലാം ആണെന്ന് യോശുവ ശരിക്കും മനസ്സിലാക്കിയവനാണ്. അങ്ങനെ യോശുവയെ കുറിച്ച് പറയുമ്പോൾ യോശുവയ്ക്ക് ഒരു നല്ല അനുഭവമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ വാക്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തന്റെ മരണത്തോടുള്ള യോശുവയുടെ രണ്ടാമതും തന്റെ മരണത്തിന് മുമ്പുള്ള യോശുവയുടെ രണ്ടാമത്തേതും അവസാനത്തേതുമായ സന്ദേശമാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ സന്ദേശം നൽകിയത് ശേഖേമിൽ വെച്ചാണെന്നാണ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 24:1 വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാം സന്ദേശം നൽകിയത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും യഹോവയുടെ സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്ന ശീലോവിൽ വെച്ചായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ യൂഫ്രട്ടീസ് നദിക്ക് അക്കരെ നിന്നും അബ്രഹാമിനെ വിളിച്ചത് മുതൽ കനാനിൽ അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചത് വരെയുള്ള ചരിത്ര സംഭവം യോശുവ ഇസ്രായേൽ മക്കളെ പറഞ്ഞ് അല്ലെങ്കിൽ കേൾപ്പിക്കുക. ഒടുവിലായി നിങ്ങൾ ആരെ സേവിക്കുമെന്നാണ് യോശുവ ചോദിക്കുന്നത്. ഇന്നും യഹോവയായി ദൈവം യോശുവയിലൂടെ പ്രവർത്തിച്ചതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരെ സേവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആരെ സേവിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയതയിൽ നിങ്ങൾക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് അല്ലെങ്കിൽ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെ സേവിച്ചു. എന്നിട്ട് പറയാണ്, അവർ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെ ആ കാലഘട്ടത്തിൽ സേവിച്ചു. അപ്പൊ അതുകൊണ്ട് യോശുവ പറഞ്ഞ, മോശയുടെ മരണത്തിന് ശേഷം നിങ്ങളെ ഞാൻ കനാലിലേക്ക് നടത്തുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരോ അമോര്യരുടെ ദേവന്മാരോ ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത്? എന്നിട്ട് യോശുവ ജനത്തോട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ യോശുവ തന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. ഹല്ലേലൂയ. ഈ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ വില കൊടുക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോശുവ തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. അക്കരെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരുണ്ട്, ദേവിമാരുണ്ട്, അമൂര്യരുടെ ദൈവങ്ങളുണ്ട്. അവയൊന്നും സേവിക്കാതെ, അവയൊന്നും നമസ്കരിക്കാതെ, അവയുടെ മുമ്പിൽ മുട്ടുകുത്താതെ താൻ തന്റെയും തന്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ച് ഇസ്രായേലിന്റെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനുള്ള തന്റെ മനസ്സിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ആരംഭത്തിൽ നിങ്ങൾ ആരെ സേവിക്കുമെന്ന്. അപ്പൊ ഈ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞ എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് ചില കാര്യം പറയാം. ഭാര്യ ഭർത്താവിനെ ചേർത്ത് പിടിക്കുക, ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിക്കുക.
ഇവർ രണ്ടുപേരും ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലരും പലതിനെയും വിട്ടിട്ട് പോവുക. പല ഭാര്യമാരും ഭർത്താക്കന്മാരെ വിട്ടിട്ട് പോകുന്നു, ഭർത്താക്കന്മാർ ഭാര്യമാരെ വിട്ടിട്ട് പോകുന്നു. മുമ്പ് അവരുടെ പിതാക്കന്മാർ സേവിച്ചു വന്ന ദേവന്മാരെയും അമൂല്യ ദേവന്മാരെയും പോലും ഒക്കെ പലതിനെയും കണ്ടിട്ട് പല ഭാര്യമാരും ഭർത്താക്കന്മാരും ഉപേക്ഷിക്കുന്നില്ലേ? ഇപ്പം ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. മക്കളെ വളർത്തി പ്രാപ്തരാക്കി മാറ്റി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് നല്ല ജോലി വാങ്ങി. പണ്ടത്തെ പഴമക്കാർ പറയുന്ന പോലെ നിലത്ത് വെച്ചാൽ പുഴുവരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. അതുകൊണ്ട് മക്കളെ ഒക്കത്തൊന്ന് താത്തു വെക്കാതെ പണിയെടുക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം മക്കളെ കാത്തു പരിപാലിച്ച് ചോര വിയർപ്പാക്കി അധ്വാനിച്ച മാതാപിതാക്കൾ അവർക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ, മക്കൾ വളർന്നു വന്നപ്പോൾ, അവർക്ക് ജോലിയായി, സ്ഥാനമാനങ്ങളായി, അവർക്ക് ജീവിതത്തിൽ പങ്കാളിയായി ഭാര്യയും വന്നപ്പോൾ അവർക്കിപ്പം മാതാപിതാക്കളെ വേണ്ട. അപ്പം മക്കൾക്ക് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പം മാതാപിതാക്കൾ എവിടാണ്? വോൾട്ടേജ് ഹോമില, വൃത്തമന്ദിരത്തില. വൃത്തമന്ദിരം നിറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? മക്കൾക്ക് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ വഴിയോരത്ത് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ആരോരും സഹായമില്ലാതെ കൂടുന്നതിന് കാരണം എന്താ? ചേർത്ത് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്നവർ, നമ്മൾ ഈ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം, നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം, ബന്ധുമിത്രാദികളെ ചേർത്ത് പിടിക്കണം, നമ്മുടെ ദേശവാസികളെ ചേർത്ത് പിടിക്കണം, നമ്മുടെ സഭയിലെ വിശ്വാസികളെ ചേർത്ത് പിടിക്കണം, നമ്മുടെ ഇടയനെ ചേർത്ത് പിടിക്കണം. നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കണം. അല്ലേലിയ. ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റു ദുരുപദേശങ്ങൾ വരികയും ചെയ്യരുത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോശുവ തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. അന്യദേവന്മാരെ ആരാധിക്കാൻ വിടാതെ, അമോര്യന്റെ ദേവന്മാരെ സേവിക്കാൻ വിടാതെ തന്റെയും തന്റെ കുടുംബത്തെയും ദൈവകൃപയിൽ വളർത്തി കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിന്നു. നിങ്ങൾക്ക് അങ്ങനെ കഴിയാൻ കഴിയുന്നു. അപ്പം ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാരമുള്ള കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ കേരള സർക്കാരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാട്ടെ. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ആരുടെ രാഷ്ട്രീയത്തിന് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് അതിന് കമ്മിറ്റിയൊക്കെ ഇടാറുണ്ട്. അതൊരു സന്തോഷം കിട്ടിയിട്ടില്ല. നമ്മുടെ വയനാട് ചൂരൽമലയിലും ഉണ്ടെങ്കിലൊക്കെ നശിച്ചു പോയ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാർ. മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ തൊട്ട് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിച്ച മനുഷ്യൻ ചേർത്ത് പിടിച്ചൊരു ഗവൺമെന്റ്. ഞാനത് പറയുമ്പോൾ രാഷ്ട്രീയം ചിന്തിക്കരുത്, എനിക്ക് കണ്ടത് ഞാൻ പറഞ്ഞത് മാത്രം. അല്ലേരിയ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാത്തവനുമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമുള്ളവനല്ല. സമയമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശത്ത് കൊള്ളാവുന്ന ജനപ്രതിനിധികൾ ആരാണോ, നല്ല പ്രവർത്തനം ചെയ്യുന്ന ആരാണോ, അവർക്ക് നമ്മുടെ പൗരാവകാശം രേഖപ്പെടുത്തുന്നുള്ളതാണ്, ഭൂമി ജീവിക്കുന്നത് കൊണ്ട്. അല്ലേരിയ. അതവിടെ നിൽക്കട്ടെ. അപ്പം ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മാതൃകയാക്കേണ്ട കർത്താവ് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെ വേണം നമ്മൾ അതിന് മാതൃകയാക്കാൻ. അല്ലേരിയ. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അഥവാ നിങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അല്ലേരിയ. പലരും സ്വർഗത്തിൽ ചെല്ലുമെന്ന് ഉറപ്പില്ല. പലരും പറഞ്ഞ് ഞങ്ങൾ അന്നേരം സ്വർഗത്തിൽ പോകുമെന്ന. ഈ ലോകത്തിന്റെ സകല ദുഷ്ടതയും ചെയ്ത്, സകല അക്രമം ചെയ്ത്, അതിക്രമം ചെയ്ത്, തീവ്രവാദവും ഭീകരവാദവും വർഗീയതയൊക്കെ വളർത്തി, രക്തച്ചൊരിച്ചിൽ നടത്തി, അല്ലേരിയ, സകല മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ വീർപ്പൂത്തി ജീവിച്ച പലരും മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആൾക്കാർ പറയുന്നത് അറിയോ? അവരെല്ലാം സ്വർഗത്തിലുണ്ടെന്നാണ്. അതൊക്കെ തെറ്റായ ചിന്താഗതിയാണ്. ദുഷ്ടന്മാർക്കും മദ്യപാനികൾക്കും വെറുകുത്തുകാർക്കും തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും രക്തച്ചൊരിച്ച് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മതങ്ങൾക്കും മത നേതാക്കന്മാർക്കും ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധർക്കും ഒന്നും ഉള്ളതല്ല സ്വർഗം. എല്ലാവരും ഒന്നും കർത്താവ് ചേർത്ത് പിടിക്കത്തില്ല. അപ്പം ചേർത്ത് പിടിക്കുന്ന പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ചേർത്ത് പിടിക്കുന്ന പറഞ്ഞാൽ വിശുദ്ധന്മാരെയാണ്. സ്വർഗത്തിലാണ് ചേർത്ത് പിടിയുടെ യഥാർത്ഥ അനുഭവം വെളിപ്പെടുന്നത്. ഈ ലോകത്തിൽ എങ്ങനെയും ജീവിച്ചിട്ട് നമ്മളെ സ്വർഗം ചേർത്ത് പിടിക്കുന്നത് ചിന്തിക്കരുത്. അതുകൊണ്ടാണല്ലോ നരകവും സ്വർഗവും പണിതിരിക്കുന്നത്. സ്വർഗത്തിന്റെ പണി അല്ലേലിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ നരകത്തിന്റെ പണി പണ്ടേ തീർന്നു. അല്ലേലിയ. അവിടെ ഇഷ്ടംപോലെ ജനം ചെന്നുകൊണ്ടിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഈ ജനം പറയും അങ്ങ് സ്വർഗത്തിലുണ്ടെന്ന്. അല്ലേലിയ.
കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പോസ്റ്റ് കണ്ടത്, ആ വ്യക്തി മരിച്ച് സ്വർഗത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമ്പോൾ അല്ലേലിയ അവരുടെ പ്രിയപ്പെട്ടവരും മരിച്ചവിടെ ചെന്ന് അവർക്കും നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാമെന്ന്. അപ്പൊ ആ പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ മരിച്ചുപോയ വ്യക്തി നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കൂ എന്ന് പറഞ്ഞ വ്യക്തി ആരാ? ഈ ലോകത്തിൽ വളരെ മോശം പ്രവൃത്തി ചെയ്തവരും ഒരുപാട് അക്രമം ചെയ്തവരും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എല്ലാവരും സ്വർഗത്തിൽ ദൈവം ചേർത്ത് പിടിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ ചേർത്ത് പിടിക്കുമോ? സ്വർഗം നിങ്ങൾക്ക് കിട്ടുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാവകാശ വരവെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗരാജ്യത്തിൽ മധ്യാകാശത്തിൽ വരുമ്പോഴേ ഹല്ലേലൂയ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ മുമ്പേ മരിച്ചു പോയ വിശുദ്ധന്മാരെയാണ് എല്ലാവരും ചേർത്ത് പിടിക്കാൻ പറഞ്ഞില്ല. അപ്പം വിശുദ്ധന്മാരായി ആരെല്ലാം ഭൂമിയിൽ മരിച്ച് കല്ലറകളിൽ നിദ്ര കൊള്ളുന്നു അവർ രൂപാന്തരം പ്രാപിക്കും. കല്ലറയിൽ നിദ്ര കൊള്ളുന്നവർ മരിച്ചുപോയവർ ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരാ കേട്ടോ, ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവോടുകൂടി മേഘങ്ങളിൽ ഇരിക്കേണ്ടതിന് അവനോടുകൂടെ എടുക്കപ്പെടുന്നു. അപ്പം വിശുദ്ധന്മാരെയാണ് കർത്താവ് ചേർത്ത് പിടിക്കുന്നത്, അല്ലാതെ ഒരശുദ്ധനെയും ചേർത്ത് പിടിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലോകത്തിന്റെ എല്ലാ അധാർമ്മികതയും ജീവിച്ചിട്ട് നമ്മളെ കർത്താവ് ചേർത്ത് പിടിക്കുന്നൊക്കെ പറയരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും മുമ്പിൽ ഏത് പാപം ചെയ്തും, ഏത് തെറ്റ് ചെയ്തു, ഏത് അതിക്രമം ചെയ്തു, ഏത് അക്രമം ചെയ്തു, എന്തെല്ലാം ദുർജീവിതം നയിച്ചാലും ഒരു സാരവും ഇല്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് സാത്താനാണ് കേട്ടോ. ഹല്ലേലൂയ. കാരണം സാത്താൻ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തിനറിയാം ഹല്ലേലൂയ ആരെ ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചു വന്ന ദേവന്മാരുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചു വന്ന അമോര്യരുടെ ദേവന്മാരുണ്ട്, നിങ്ങൾ ആരെ സേവിക്കും? നിങ്ങളെ തിരഞ്ഞെടുത്തു, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതുപോലെ യോശുവ പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് പറയാൻ കഴിയുമോ, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്? ഇന്നൊരു ഭവനത്തിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 തരത്തിലുള്ള വിശ്വാസികളാണ്. ചിലർക്കൊക്കെ അല്ലെങ്കിൽ വിവിധ മതവിശ്വാസികളുണ്ട്. അവരെല്ലാം ദൈവരാജ്യത്തിൽ കാണുമെന്ന ഒരിക്കലും കാണത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത്, സകല ദുർമാർഗങ്ങളിലും ജീവിച്ച് സകല അശുദ്ധിയിലും ജീവിച്ചിട്ട് സകല കഠിനമായ പാപങ്ങളും ചെയ്ത് ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും അപമാനം വരുത്തി നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയായി ജനങ്ങളാൽ വെറുക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സകല ദുർമാർഗങ്ങൾ ചെയ്തവർക്കും അവർക്കും സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത്. ഏത് സ്വർഗമാണെന്ന് നമുക്കറിയില്ലെന്ന് മാത്രം. ഇതൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുണ്ടി വീണ്ടും കിടന്ന എന്റെ ജീവിതത്തെ പണിതെടുത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. പണ്ടേ മരിച്ചാറടി മണ്ണിൽ തീർന്നൊരുപ്പൊരി മണ്ണായി മാറേണ്ടി ഞാൻ എന്നെ ആ മണ്ണിന് വിട്ടുകൊടുക്കാതെ, സാത്താന് വിട്ടുകൊടുക്കാതെ, സാത്താൻ എന്നെ ചേർത്ത് പിടിച്ച ആ സ്ഥാനത്തു നിന്ന് കർത്താവിനെ അവന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചു. എങ്ങനാ? സ്വർഗം വിട്ട് ഇറങ്ങി വന്നിട്ട് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു അവസാനത്തുള്ളി രക്തം വരെ തന്നെന്റെ പാപത്തിന്റെ കറകളെ കഴുകി എന്നെ വിലയ്ക്ക് വാങ്ങി. 1 കൊരിന്ത്യർ 6:19 വായിച്ചാൽ കാണി. അപ്പൊ എന്നെ വിലയ്ക്ക് വാങ്ങി കർത്താവോട് ചേർത്ത് പിടിച്ചു. അപ്പൊ കർത്താവിനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവസേനയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോ? രക്തം ചെയ്യില്ലെങ്കിൽ നിങ്ങൾ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നിങ്ങൾ കർത്താവിനെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് എല്ലാവരും വിശുദ്ധന്മാരാണോ എന്നൊക്കെ ചോദ്യമുണ്ട്. എല്ലാവരും വിശുദ്ധന്മാരല്ല. വിശുദ്ധന്മാരെന്ന് പറയുന്നവരിൽ പോലും പലരും വിശുദ്ധന്മാരല്ല. ഹല്ലേലൂയ. വിശുദ്ധിയുടെ വേഷം ധരിച്ചത് കൊണ്ടോ വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ടോ നമ്മൾ വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞത് കൊണ്ടോ ഒന്നും നമ്മൾ വിശുദ്ധനായിരിക്കുന്നില്ല. വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലുടനീളം കാണിച്ചു കൊടുക്കേണ്ടതാണ്. ജീവിതത്തിലുടനീളം പ്രായോഗികമായ ജീവിതത്തിൽ യോശുവെ പോലെ വിശുദ്ധിയെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തന്നെ നമ്മുടെ യഹോവയെ ദൈവം മോശയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 12:3 തോന്നുന്നു കേട്ടോ.
മോശ എന്ന മനുഷ്യന് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നുവെന്ന്. മോശയെ കർത്താവ് ചേർത്ത് പിടിക്കുന്നുണ്ടോ? കൽദയ പട്ടണമായിരുന്ന ഊരിൽ തന്റെ അപ്പനായിരുന്ന തേറഹിനോട് കൂടി വിഗ്രഹങ്ങളെ പണത് വിറ്റ് ജാമ്യലടിയ ഉപജീവനം കഴിച്ച അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ, അല്ലേലിയ, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അരുളപ്പാടുണ്ടായി. അല്ലേലിയ, എന്തായിരുന്നു അരുളപ്പാട്? ഉൽപ്പത്തി പുസ്തകം 12 വായിച്ചില്ലേ? യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും, ഞാൻ നിന്റെ പേർ വലുതാകും, നീ ഒരു അനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞാൽ കൽദയ പട്ടണമായിരുന്ന ഊരിൽ നിന്ന് അവരുടെ പിതാക്കന്മാർ സേവിച്ചു വന്ന ദേവന്മാരുടെ കയ്യിൽ നിന്ന് യഹോവയായ ദൈവം അബ്രഹാമിനെ വിടുവിച്ച് അബ്രഹാമിനെ യഹോവയായ ദൈവം ചേർത്ത് പിടിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നത്തേതിൽ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ, യോസെഫിന്റെ ഒക്കെ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ അനുഭവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെയൊക്കെ ദൈവം ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ആ പാരമ്പര്യയിൽ നമുക്ക് എത്തിച്ചേരുവാൻ, അല്ലേരിയ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലേരിയ, പലരും പാരമ്പര്യം പറയാറുണ്ട്. പാരമ്പര്യം, ഞങ്ങൾ ഇവിടുത്തേതാണെന്നറിയാമോ, ഞങ്ങളുടെ കുടുംബം എന്താണെന്നറിയാമോ, ഞങ്ങൾ ആരായിരുന്നോ, ഞങ്ങളുടെ അപ്പനപ്പന്മാർ അപ്പൂപ്പന്മാർ ആരായിരുന്നറിയാമോ, ഇതെല്ലാം ഞങ്ങളുടേതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വീമ്പളക്കുന്ന, വമ്പ് പറയുന്ന, പൊങ്ങച്ചം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പൊങ്ങച്ചം പറയുന്നവരെ, നിങ്ങൾ ആരെയാ സേവിക്കുന്നത്? നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയാണോ? അതോ നല്ലൊരു ശോധ നദിക്കക്കരെ വെച്ച് അല്ലേറിയ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച അമോര്യരുടെ ദേവന്മാരെയാണോ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന, ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവസനിൽ ആണെന്നുള്ളതും ദൈവം നമ്മെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പാണ് ഈ ലോക പാരമ്പര്യം വിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആ വീണ്ടും ജനത്തിലൂടെ ക്രിസ്തുവിന്റെ പാരമ്പര്യം, ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത്. അല്ലേലിയ, പലർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ പറയണം. അപ്പൊ യേശുക്രിസ്തു പാപികളെ ചേർത്ത് പിടിച്ചു. ഭൂമിയിലായിരുന്നപ്പോൾ യേശു സകല പാപികളെ ചേർത്ത് പിടിച്ചു. അവർക്കെല്ലാം ജീവൻ കൊടുത്തു, നിത്യജീവൻ കൊടുത്തു. അല്ലേലിയ, ഈ ഭൂമി ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത പോലെ, ചിരട്ടെ നാഴി പോലെ രാഷ്ട്രീയക്കാർ പെരുകിക്കൊണ്ടിരിക്കുക. ഇപ്പോഴിങ്ങനെ ഓരോരോ രാഷ്ട്രീയക്കാർ വീണ്ടും പെരുകുകയാണ്. അല്ലേലിയ, പലരും പുതിയ പുതിയ രാഷ്ട്രീയക്കാർ നമ്മൾ മത്സരിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ട് അടുത്ത രാഷ്ട്രീയം ഉണ്ടാക്കുക. അങ്ങനെ നെല്ലിക്കാച്ചാക്കിന്റെ കുത്തു പൊട്ടിച്ചതുപോലെ രാഷ്ട്രീയം പെരുകിക്കൊണ്ടിരിക്കുക, സംഘടനകൾ പെരുകുക. അല്ലേലിയ, അങ്ങനെ മതങ്ങൾ പെരുകുകയാണ്. മത നേതാക്കന്മാർ പെരുകുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ അവരാരെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കുമോ? ഒരിക്കലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല. അവർ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അവർക്കൊരു വോട്ട് കിട്ടണം, അധികാരത്തിൽ വരണം. മത നേതാക്കന്മാർ നിങ്ങളെ ചേർത്ത് പിടിക്കും, ഒരിക്കലും മത നേതാക്കന്മാർ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല. അപ്പൊ ഈ ലോകത്തിൽ നമ്മളെ ആരും ചേർത്ത് പിടിക്കത്തില്ല. നമ്മളെ നൊന്തുപെറ്റ മാതാപിതാക്കൾ പോലും നമ്മെ ചേർത്ത് പിടിക്കത്തില്ലെന്ന്. അല്ലേ? നമ്മളെ നൊന്തുപെറ്റ മാതാപിതാക്കൾ നമ്മളെ ചേർത്ത് പിടിക്കുമായിരുന്നെങ്കിൽ ഇന്ന് എത്രയോ കുഞ്ഞുങ്ങൾ അനാഥശാലയിൽ, ഓർഫനേജിൽ കിടക്കുന്നു. സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവർ ഓർഫനേജിലെത്തിയത്. ജനനത്തെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോയി അമ്മയും അപ്പനും ആരെന്നറിയാതെ കണ്ണുതിലൂടെ കഴിയുന്ന അനവധി കുഞ്ഞുങ്ങൾ അല്ലെ ഓർഫനേജിലില്ലേ? എത്രയോ കുഞ്ഞുങ്ങളെ ആമി വിറ്റു. എത്രയോ കുഞ്ഞുങ്ങളെ മറ്റുള്ള രാജ്യങ്ങൾ അഡോപ്ഷൻ ചെയ്തു കൊണ്ടുപോയി. അല്ലേ? എത്രയോ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഉത്തരത്തിൽ വെച്ച് തന്നെ ഗർഭസ്ഥ ശിശുവിനെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നു. അല്ലേ? ഇന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കുറവുണ്ടെന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ ഇതെല്ലാം സ്വന്തം ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞിനെ പോലും, സ്വന്തം ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ പോലും ചേർത്ത് പിടിക്കാൻ കഴിയാത്തൊരു ലോകമാണ്. കൊന്നൊടുക്കുന്ന കൊലപാതകം. അപ്പൊ സ്വന്തം ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ കൊല്ലുന്ന എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യ, കൊല്ലുക, അതാണ് ഏറ്റവും വലിയ പാപം, കൊലപാതകം. അല്ലേ? അപ്പൊ ആരും ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല. അതാണല്ലോ. പക്ഷെ ഇവിടെയാണ് യോശുവയുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കുടുംബങ്ങളും ഛിന്ന ഭിന്നമായി മാറുമ്പോൾ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്നവരെ, സാധാരണ നിങ്ങളുടെ മക്കളെ വളരെ സ്നേഹിക്കാറുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ പരിമിതികളുണ്ട് കേട്ടോ. ലേരിയ ഞാനിത് പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ എൻ്റെ ചെവിക്ക് കേട്ട് ഞാൻ ഒത്തിരി ആളുകൾക്ക് പ്രാർത്ഥിക്കാറുണ്ട്. മക്കൾ ഉപേക്ഷിച്ച് മക്കൾക്ക് വേണ്ടെന്ന് പറഞ്ഞ മാതാപിതാക്കൾ, മക്കളെ വേണ്ടെന്ന് പറഞ്ഞ മാതാപിതാക്കൾ, ഭാര്യയെ വേണ്ടെന്ന് വെച്ച ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച ഭാര്യ, ഇവരെല്ലാം ഒരു ന്യായീകരണം പറയാറുണ്ട്. പ്രൈസലോ. പക്ഷെ ഞാൻ അവരോടൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയാറുണ്ട്. പക്ഷെ എന്തിനങ്ങനെ ചോദിച്ചറിയുന്നത്? അവരെങ്ങനെയെങ്കിലും ക്രമീകരിക്കപ്പെട്ടിട്ട് പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്കട്ടെ. നമ്മൾക്ക് കേരളത്തിലെ കുടുംബ കോടതികൾ, 10-30 കുടുംബ കോടതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്തൊക്കെ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുക. എന്തിന്റെ കേസുകൾ കുടുംബ കോടതിയില്? ഡിവോഴ്സിന്റെ. അല്ലേ? ഈ ഡിവോഴ്സ് കേസുകളെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യയ്ക്ക് ഭർത്താവിനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല, ഭർത്താവിന് ഭാര്യയെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. ചെന്ന വീട്ടിൽ അമ്മായിമ്മ പോരായി, മരുമോൾ പോരായി, പിന്നെ ഒരു കൂടെയുള്ള പരസ്പരം വിഷയങ്ങളായി, പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയാതെ അതിന്റെ പേരിൽ എന്തുമാത്രം ആളുകൾ ആത്മഹത്യ ചെയ്തു. അല്ലേ? ഇവിടെ ചേർത്ത് പിടിക്കണം. ദൈവം നമ്മളെ അതിനെ ഒരുക്കിയത്. യോശുവയെ പോലെ നമുക്ക് തൻ്റെ ഇടത്തോടി ധൈര്യത്തോടി ഏത് സമൂഹത്തിലും വിളിച്ചു പറയാൻ കഴിയണം, ഞാനും എൻ്റെ കുടുംബങ്ങളെ യഹോവയെ സേവിക്കുമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിനക്കത് പറയാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാവി, നിനക്കത് പറയാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെ ഒക്കെ നീ വിടണം. അല്ലേ? പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ നീ ഉപേക്ഷിക്കണം. ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകൾ ഉപേക്ഷിക്കണം. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ഉണ്ടായിട്ടും, രാജകീയ പദവി ഉണ്ടായിട്ടും, രാജകീയ സിംഹാസനം ഫറവോന് ശേഷം മോശയ്ക്കുണ്ടെങ്കിലും, അല്ലേലിയ, തന്റെ സഹോദരങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ മോശ എന്ത് ചെയ്തു? മിസ്രൈം വിട്ടുപോകുന്നു. തന്റെ കൂട്ടത്തിലുള്ളതിനെ, തന്റെ കൂടപ്പറപ്പുകളെ ചേർത്ത് പിടിച്ച മോശ. അല്ലേലിയ. നമ്മളിങ്ങനെ വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ തന്നിട്ട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. പ്രൈസലോ. നാം നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സമാധാന അന്തരീക്ഷത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കണം. ഇന്ന് കുടുംബത്തിനകത്ത് മുഴുവൻ കലഹമാണ്. ഏത് കുടുംബങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും എല്ലാ കുടുംബങ്ങൾക്കകത്തും കലഹമാണ്, പ്രശ്നമാണ്. പ്രശ്ന സങ്കീർണമായ അനുഭവത്തിലൂടെയാണ് അനവധി കുടുംബങ്ങൾ കടന്നു പോകുന്നത്. സമാധാനമില്ല. ഏത് കുടുംബത്തിൽ നിന്ന് വിളിച്ചാലും, ഏത് വ്യക്തി പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും അവർ ആദ്യം പറയുന്ന കാര്യം, എന്റെ പാസ് സമാധാനമില്ലെന്നാണ്. ഒരു സ്വസ്ഥതയിലും മടുത്തു. ഇനി ജീവിക്കാനുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത്? ദൈവം എന്നെ മറന്നു കളഞ്ഞോ? എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സങ്കടപ്പെടുന്ന അനവധി സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ചേർത്ത് പിടിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ, കുടുംബത്തിനകത്ത് ഇറച്ച വന്നപ്പോൾ, വിള്ളല് വന്നു കഴിഞ്ഞപ്പോൾ, പരസ്പരം മാനിക്കുവാനും ബഹുമാനിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ, പരസ്പരം ബഹുമാനം കൊടുക്കാതെ, മൂത്തവരെ സ്നേഹിക്കാൻ കഴിയാതെ, ഇളവരെ സ്നേഹിക്കാൻ കഴിയാതെ, പരസ്പരം നാം ആയിരിക്കുന്ന ദേശത്ത് നാം മുതിർന്നവരെ അംഗീകരിക്കാൻ കഴിയാതെ, നമ്മുടെ ജീവിതത്തിന് അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ, ലേരിയ, ക്രൂരതയുടെ മുഖം നമ്മൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ക്രൂരന്മാരായി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമുക്കാരും ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. അല്ലേലുയ. എന്നാൽ ചിലരെങ്കിലും കാണും കേട്ടോ ചേർത്ത് പിടിക്കുന്നത്. ചിലരെങ്കിലും അങ്ങനെയൊക്കെ കാണും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത് കേട്ടോ. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ താറുമാറായി പോയതാണ്. ഒരിക്കൽ പോലും ഈ ഭൂമി കാണുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ ഏകദേശം ഒരു 35-36 വയസ്സിൽ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ട ഞാൻ, അല്ലേലിയ, കഴിഞ്ഞ 25 വർഷമായിട്ട്, അല്ലേലിയ, കർത്താവിനെ പോറ്റി പുലർത്തുകയാണ്. അല്ലേലിയ. കാരണം എന്നെ ചേർത്ത് പിടിച്ച ചിലരുണ്ട്. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട്. നിങ്ങളുടെ കൊടിയ പാപങ്ങളെ കുറിച്ച്, നമ്മുടെ കൊടിയ പാപങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടും ലോകം നമ്മെ ഉപേക്ഷിച്ചു, നമ്മ കുറ്റവാളി എന്ന് ലോകം മുദ്രകുത്തിയപ്പോഴും നമുക്കൊരിക്കലും സമാധാനമില്ലാതെ ആയിരുന്ന സന്ദർഭങ്ങളിലും നമുക്ക് സമാധാനം തരുവാൻ വേണ്ടി യേശു സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമ്മെ ചേർത്ത് പിടിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവേ, ഈ ഭൂമി നീ ആയിരിക്കുമെന്ന് എല്ലാവരും ചേർത്ത് പിടിക്കണം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നേ. തെറ്റുകുറ്റങ്ങളും കുറവുകളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനല്ല.
അവൻ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ഹല്ലേലൂയ. അത് പരസ്പരം നാം മനസ്സിലാക്കി അവയെ നാം പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത്. പഴിചാരൽ എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് തന്നെ ഉള്ളതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ആദമിനും ഹവ്വയ്ക്കും ദൈവം പാർക്കുവാൻ വേണ്ടി കിഴക്കേതിൽ മനോഹരമായൊരു തോട്ടം ഉണ്ടാക്കി കൊടുത്തു. സകലത്തെ അടക്കി വാഴുവാൻ അവർക്ക് അധികാരവും കൊടുത്തു. ആമയും തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ താരാക്കാമയും തിന്നരുതെന്ന് പറഞ്ഞ ഫലം, ഹല്ലേലൂയ, അവർ തിന്നു. ആമേ, സർപ്പത്തിന്റെ വാക്ക് കേട്ട് പ്രലോഭനം കേട്ട് ഭക്ഷിക്കരുതെന്ന് വിലക്കപ്പെട്ട കനി, ആ വൃക്ഷഫലം, ഹല്ലേലൂയ, അവർ ഭക്ഷിച്ചു. അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഹവ്വയുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. അവൾ കൊണ്ടുവന്ന ഭർത്താവിനും കൊടുത്തു. രണ്ടുപേരുടെയും രണ്ടുപേരും നഗ്നരായി. വെയിലാറിയപ്പോൾ യഹോവേ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ട് എന്ത് ചെയ്തു? ആദവും ഹവ്വയും മരത്തിന് ഓടിയൊളിച്ചു. അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് അവർ തുന്നിയുണ്ടാക്കി അത്തിയിലെ എന്ത് ചെയ്ത് വെയിലായിപ്പോൾ വാടിപ്പോയി. അവർ നാണമായി നഗ്നരായി മാറി. അതുവരെ അവർക്ക് നഗ്നത അറിയത്തില്ലായിരുന്നു. പക്ഷെ പാവം ചെയ്ത നഗ്നത. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ വിളിക്കുന്നു. മനുഷ്യൻ നീ എവിടെ? ഹല്ലേലൂയ. അവന്റെ പാപത്തെ കുറിച്ച് യഹോവയെ ദൈവത്തിന് മനസ്സിലായി. യഹോവയെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആദം പറഞ്ഞത് എന്താ പറയോ? നീ എനിക്ക് തന്നിട്ടുള്ളവൾ കൊണ്ട എനിക്കും തന്നു പഴവേ, ഞാനും തിന്നു. പഴിചാരൽ അന്ന് തുടങ്ങിയതാ. അപ്പൊ ഭാര്യ, ഭർത്താവ് ഭാര്യ. അന്ന് ഏദൻ തോട്ടത്തിൽ ആദം തന്റെ ഭാര്യയെ പഴിചാരി, അതുകൊണ്ടാണ് ഞാൻ ഈ വൃക്ഷഫലം തിന്നു എന്ന് പറഞ്ഞത്. കർത്താവോട് പറഞ്ഞ പോലെ ഇന്നും സകല കുടുംബങ്ങൾക്കകത്തും സകലമേ പഴിചാരൽ എന്ന് പറയുന്നത് അത് സാത്താനിൽ കൊണ്ടുവന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ ആരെങ്കിലും പഴിചാരി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നീ പഴി പറയുന്നുണ്ടെങ്കിൽ, അത് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സാത്താനാ ചെയ്യിക്കുന്നത്. അല്ലേ? പഴിയും ദുഷിയും നിന്ദകളും അപമാനങ്ങളും ഒക്കെ പിശാചു കൊണ്ടുവരുന്നതാ. അത് നിന്റെ ജീവിതത്തിന്റെ സ്വഭാവമാണെങ്കിൽ നിന്നെ ഭരിക്കുന്നത് സാത്താൻ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ സാധാരണയായി നിങ്ങളുടെ മക്കൾക്ക് ശരീര അസുഖം നേരിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മക്കളെ എടുത്തുകൊണ്ട് ഡോക്ടർമാരെ പോകും. കാരണം നിങ്ങളുടെ മക്കളെ ചേർത്ത് വിടുക. അവരുടെ ആവശ്യത്തിനുള്ള രക്തം ഇല്ലായെങ്കിൽ എത്ര കുപ്പി രക്തം വേണ്ടി നിങ്ങൾ കയറ്റും. അവർക്ക് ഓക്സിജൻ കൊടുക്കണമെങ്കിൽ ഓക്സിജൻ കൊടുക്കും. മക്കൾക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ചെലവഴിക്കും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച്, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവരെ രോഗശയിൽ നിങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ രോഗശയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ മകനോ മകളോ ഭാര്യ ഭർത്താവോ മാരകമായ രോഗത്തിന് അധീനമായി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, അധീനമായി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ചെലവഴിക്കും. ചെലവഴിച്ച് അവർക്ക് ജീവിതത്തിൽ മടങ്ങിക്കൊണ്ട് നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലേ? അവർ ഒരുപക്ഷെ ജീവിക്കും, ഇല്ലെങ്കിൽ മരിക്കും. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം, ക്യാൻസർ ബാധിതരായിരിക്കുന്ന അനവധി ആളുകൾ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി ലോഡെടുത്തും ബ്ലേഡിനെടുത്തും വസ്തു വിറ്റും പണ്ടങ്ങൾ പണയം വെച്ചും എല്ലാം ഒരുപാട് ചെലവഴിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ചെലവഴിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് നിങ്ങൾ അവരെ സഹായിക്കും. പക്ഷെ അവസാനം എന്ത് ചെയ്യും? അവർ മരിക്കുകയും ചെയ്യും. അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചതും നിങ്ങൾ കടക്കാരനായി മാറിയതും നിങ്ങൾക്ക് നിരാശയായി മാറും. അപ്പൊ മനുഷ്യനെ ചേർത്ത് പിടിക്കുവാൻ നമ്മൾ ശ്രമിച്ചാലും മരണത്തിൽ നമ്മെ വിടിവിക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല. നമ്മളെ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിലൂടെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഭാരപ്പെട്ടു പോകില്ല. കാരണം യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു തന്റെ പരശുശ്രൂഷ സമയത്ത് പോലും തന്റെ അരികിലായിരുന്ന ജനത്തെ ചേർത്ത് പിടിച്ചു എന്നാണ്. ഹല്ലേലൂയ. അവർക്ക് വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട് അവർ വലയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000 പേരെ 5 അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തും നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവർക്ക് വിശപ്പ്, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും കൊടുക്കാനില്ല. ഹല്ലേലൂയ. അപ്പൊ യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പം അവർ പറയുക, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-10.
അപ്പൊ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും തീറ്റിപ്പോറ്റി പുലർത്തണമെങ്കിൽ, അവരെ ചേർത്ത് പിടിക്കണമെങ്കിൽ ശിഷ്യന്മാരുടെ ചിന്തകൾക്ക് ആദാമേ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഈ 5 അപ്പം കൊണ്ട് എന്തുള്ളു. പക്ഷെ യേശു എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ. യേശു എന്താണ് പറഞ്ഞത്? ആമേൻ, സ്തോത്രം. യേശു ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞ ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം അല്ലിയെ കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച ഭക്ഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ. 12 കൊട്ട ശേഖരിച്ചെന്നാണ് കേട്ടോ. അവർക്ക് വിശന്നപ്പോൾ അവരെ ചേർത്ത് പിടിച്ച യേശു. ഹല്ലേലൂയ. അവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിതൻ, നാം മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. അങ്ങനെ യേശു ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പേര് ചേർത്ത് പിടിച്ച പോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 15-ാം അധ്യായം തോന്നുന്നു, വായിക്കുമ്പോൾ 15-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പകരം ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു എന്നാണ്. യേശുവിന്റെ ശുശ്രൂഷയുടെ ആ മഹത്വമാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ തന്റെ അരികിൽ കടന്നു വരുന്നവരെ ഒന്നും യേശു ഒരിക്കലും നിരാശരായിട്ട് വിട്ടില്ല. യേശുവിന്റെ അരികിൽ കടന്നു വരുന്നവരെ ആരും യേശു നിരാശരായി വിട്ടില്ല. ഹല്ലേലൂയ. തന്റെ അരികിൽ വന്നവരെ എല്ലാം ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണല്ലോ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. മരിച്ചുപോയി എന്ന് യേശു പറഞ്ഞിട്ടും യേശു ആ സ്ഥലത്ത് വീണ്ടും പ്രാർത്ഥന. അങ്ങനെ യേശു പിന്നെ അങ്ങോട്ട് 4-ാമത്തെ ദിവസം കണ്ട വരുന്നത്. അപ്പോൾ മാർത്തയും മറിയും പറയുന്നുണ്ട്, അവൻ മരിച്ചു നാറ്റം വെച്ചു, 4 ദിവസമായി. പക്ഷെ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീർ കണ്ട് യേശു കണ്ണുനീർ വാർത്തു എന്ന് യോഹന്നാൻ സുവിശേഷം 11:35 രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ മറിയയും മാർത്തയും ചേർത്ത് പിടിച്ചു. അല്ലേ, നിങ്ങളുടെ സഹോദരൻ ലാസർ മരിച്ചിട്ടില്ല, അവൻ നിദ്ര കൊള്ളുകയാണ്. ഞാൻ അവന് പുതുജീവൻ കൊടുക്കും, അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ നിങ്ങൾക്ക് അവനെ ജീവനോടെ തരും. ഹല്ലേലൂയ. അപ്പൊ മാർത്തയുടെയും മറിയുടെയും കരഞ്ഞു കലങ്ങിയ മനസ്സിനെ ആ യേശു കണ്ട് അവരെ ചേർത്ത് പിടിച്ച് തന്റെ സഹോദരനായ ലാസറിനെ ആമൻ മടക്കി കൊടുത്തു. ഇതാണ് ചേർത്ത് പിടുത്തെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, 5 അപ്പം കൊണ്ട് 5000 പേരെ, 7 അപ്പം കൊണ്ട് 4000 പേരെ. ഹല്ലേലൂയ. മാർത്തയും മറിയും ഒക്കെ ചേർത്ത് പിടിച്ചൊരു ദൈവമുണ്ട്. പുതിയ നിയമസഭയുടെ ശുശ്രൂഷ ബന്ധത്തിൽ നിന്ന് നോക്കിയാട്ട് യേശു ക്രിസ്തുവിനെ എവിടെ നോക്കിയാലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷയുടെ ഉടമസ്ഥനായിരുന്നു. നല്ലൊരു ലീഡറായിരുന്നു, നല്ലൊരു ആത്മീയ നേതാവായിരുന്നു, നല്ലൊരു ആത്മീയ ഗുരുവായിരുന്നു. നമുക്ക് നിത്യജീവനെ നൽകുന്നവനാണ് യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഇതിനൊരു ഗുണപാഠം എന്ന പോലെ ഈ യോശുവയുടെ പുസ്തകത്തിൽ യോശുവ പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ? നീ രാവുകളില്ലാതെ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് നീ അന്തിക്കള്ളു കുടിക്കുന്ന പതിവ് പലർക്കുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു പഴമക്കാർ പറഞ്ഞില്ല, അന്തിക്കള്ളു കുടിക്കുക എന്നൊക്കെ ചില വിഡ്ഢിത്തരമൊക്കെ ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കിട്ടുന്ന കൊണ്ട് കള്ളുഷാപ്പിൽ പോവുക, അല്ലെങ്കിൽ ബാർ ബീവറേജ് പോവുക, എന്നിട്ട് ചീട്ട് കളിക്കുക, കിരിക്കുത്ത് കളിക്കുക, ചൂതാട്ടത്തിന് പോവുക, അസന്മാർഗീയമായ ജീവിതം നയിക്കുക, എന്നിട്ട് നാട്ടിൽ വന്ന് വലിയ പുള്ളിയായിട്ട് നിൽക്കുക. വീടിനകം പട്ടിണിയാണെന്ന്, വീടിനകം മാതാപിതാക്കളും മക്കളും ഭാര്യയൊക്കെ പട്ടിണിയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ റോട്ടിൽ വന്ന് എളിഞ്ഞു നിൽക്കുന്ന കണ്ട് സമൂഹത്തിൽ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാലോ അവൻ എന്തോ വലിയ മാന്യനാണെന്നാണ് ചിന്തിക്കുന്നത്. ആ സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത സഹോദരൻ, നീയാണ് ഏറ്റവും വലിയ പരാജയം.
ലേലിയ. ഇതൊക്കെ അനുഭവത്തിലൂടെ പറയുന്ന, അനുഭവത്തിലൂടെ അനുഭവിച്ച കാര്യങ്ങളും തെറ്റിപ്പോയ കാര്യങ്ങളും വന്ന് ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ ചേർത്ത് വിടുക. സോ നീ രാപകലില്ലാതെ പണിയെടുത്തിട്ട് നിനക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നീ ബാർഗാനും ബീവറേജുകാരനും കൊടുത്തിട്ട് കള്ളുഷാപ്പിനും കൊടുത്ത് അധാർമിക ജീവിതത്തിന് കൊടുത്ത് ഇന്നത്തെ ഹോട്ടലങ്ങ് പെരുകിയിരിക്കുക. 1 കിലോമീറ്ററിനകത്ത് അല്ലെങ്കിൽ 1000 മീറ്ററിനകത്ത് ഒരു 500 ഹോട്ടൽ വെച്ച് വന്നിരിക്കുക. ഇപ്പം എവിടെയും ഹോട്ടലും മനുഷ്യൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ പണം പിടിച്ചു മേടിക്കുവാൻ, അവന്റെ പണം അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ രൂപത്തിനും ഭാവത്തിനും ഹോട്ടലുകൾക്ക് മാറ്റം വരുത്തി രൂപാന്തരം വരുത്തി കണ്ടാൽ ആകർഷിക്കത്തക്ക ഹോട്ടലിൽ പടന്നതിന് മുമ്പിൽ നാവിൽ കൊതികൂറുന്ന വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി, കൂടാതെ ചിക്കനൊക്കെ അങ്ങോട്ട് വെച്ച് ഉരുക്കി അതിന്റെ മണമൊക്കെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭവനത്തെ ചേർത്ത് പിടിക്കേണ്ട സഹോദരന്മാർക്ക് എന്ത് ചെയ്യും? ഹോട്ടലുകാരെ ചേർത്ത് പിടിച്ച് അവന്റെ പോക്കറ്റങ്ങ് അടിച്ചു മാറ്റും. എന്നിട്ട് ഇവൻ പുളച്ചിട്ട് വീട്ടിൽ ചെല്ലുക. ഭാര്യയും മക്കളും അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ പട്ടിണിയാ. സ്വന്തം ഭാര്യയും സ്വന്തം മക്കളെയും സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പുറത്തിറങ്ങിപ്പോയി നിന്റെ ഇഷ്ടാനുസരണം നീ തിന്നു കുടിച്ച് പുളച്ച് മതിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്ന നീയാണോ മാന്യൻ എന്ന് പറയുന്നത്? നീയാണോ ഈ അല്ലേ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നവൻ? അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കഴിഞ്ഞകാല ജീവിതം കൂടെ ചേർത്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പഠിച്ചു പറയുന്നതാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് പരാജയങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ദുഃഖം ഇന്ന് അനുഭവിക്കുന്നുണ്ട്, സങ്കടം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശങ്ങൾ പറയുന്നത്. നിങ്ങൾ യോശുവ പോലെ നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ കുടുംബം വലുതാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലുത് നിങ്ങളുടെ കുടുംബമാണ്. അല്ലെ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം കുടുംബ ബന്ധമാണ്. അമ്മയും അപ്പനും അലിയ ഭാര്യയും ഭർത്താവും മക്കളും അമ്മയും അപ്പനും ഒക്കെയായിട്ടുള്ള കൂട്ടുകുടുംബം. അവരിത് ഏറ്റവും വലിയ ബന്ധം കുടുംബം. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബന്ധം കുടുംബ ബന്ധമാണ്. അല്ലെങ്കിൽ അത് നീ തകർത്ത് കളയരുത്. കണ്ട, യോശുവ ഭയങ്കര ആത്മീയ ലീഡറാണ്, ആത്മീയ നേതാവാണ്. തനിക്ക് ഭാരിച്ച ചുമതലകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. മോശ മരിച്ചുപോയി. മോശയ്ക്ക് ശേഷം തന്റെ ഏൽപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ മുഴുവൻ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിപ്പിക്കണം. വാഗ്ദത്ത കനാനിലേക്ക് ചെല്ലണമെങ്കിൽ യോർദാനെന്ന് കടക്കണം, യെരിഹോവിനെ ഒന്ന് കടക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, ഹായ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി കൊണ്ട് അതും കഴിഞ്ഞ് കനാനിലെത്തുമ്പോൾ ചില ജാതികളുണ്ട്, 7 ജാതികളുണ്ട്. അവരെയൊക്കെ നീക്കി കനാനിലേക്ക്, ആ പാരന്തീന് ഒഴുകുന്ന കനാനിലേക്ക് ഇസ്രായേൽ മക്കളെ എത്തിക്കണമെങ്കിൽ യോശുവ എന്ന് പറയുന്ന മനുഷ്യന് ഒരുപാട് കടമ്പകൾ കടക്കണം. എങ്കിലും യോശുവ പറയാ, ഞാൻ എൻ്റെ കുടുംബങ്ങളെ കുറിച്ച് സേവിക്കുമെന്ന്. ചിലർ പറയും ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാവരും ചിലർ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്കത് പറ്റും, ഭാര്യയെ വിട്ടു വരാൻ പറ്റില്ല, മക്കളെ വിട്ടു വരാം, അപ്പനെ വിട്ടു വരാൻ പറ്റില്ല. എനിക്ക് കുടുംബമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് യോശുവ ഒരു കുടുംബസ്ഥനാ. ഭാര്യയുണ്ട്, മക്കളും ഒക്കെയുണ്ട്, കൊച്ചുമക്കളൊക്കെ കാണും. ഹല്ലേലൂയ. എന്നിട്ടും അദ്ദേഹം പറയുക, നിങ്ങളുടെ പിതാക്കന്മാര് സേവിച്ച ദേവന്മാരെ, അമോര്യരുടെ ദേവന്മാരെ ഒന്നും ഞാനും എൻ്റെ മക്കളും സേവിക്കത്തില്ല. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക്, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് നിങ്ങൾ പോകത്തില്ല. ഞാൻ എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചിരിക്കുക. കാരണം എനിക്കറിയാം, മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. എൻ്റെ പിതാക്കന്മാരെ മിസ്രൈമിൽ 400 വർഷം 430 വർഷം അടിമത്തത്തിലായിരുന്നു. അവർ ഇഷ്ടക ചുട്ടും കഠിനാധ്വാനം ചെയ്തും ഭയങ്കര പീഡ അനുഭവിച്ചും അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ മിസ്രൈമിൽ ഫറവോന്റെ സൈന്യത്തിന്റെ വാളാൽ മരിച്ചു വീഴുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്ന് ഇസ്രായേൽ മക്കൾ നിലവിളി യഹോവയായി ദൈവം കേട്ട് അവരെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവരാൻ വേണ്ടി മോശയെ അയച്ചു. അങ്ങനെ മോശ സാജനത്തെ നടത്തിക്കൊണ്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യോശുവ പറയാ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിനക്കത് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. നിനക്കത് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സറിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട്, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. കണ്ടോ? അപ്പൊ യേശുവിന്റെ പരിശുശ്രൂഷ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഒരിക്കൽ വരുന്ന ഒരു കുഷ്ഠരോഗിയാണ്. ഹല്ലേലൂയ.
ആ കുഷ്ഠരോഗി വന്ന് അല്ലേലിയ സ്വതം മുട്ടുകുത്തി, അല്ലേലിയ ആ മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കുഷ്ഠരോഗി എന്നൊക്കെ പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇരിക്കുന്ന കുഷ്ഠരോഗി വരും, നമ്മൾ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ മാറിപ്പോകും, അടുത്ത് വരത്തില്ല. കാരണം നമ്മുടെ ചിന്ത എന്ത്, കുഷ്ഠരോഗം പകരും എന്നൊക്കെയാണല്ലോ. അതുകൊണ്ട് കുഷ്ഠരോഗി കാണുമ്പോൾ നമ്മൾ ഓടി ഒളിക്കാൻ നോക്കും, ആ മനുഷ്യൻ നമുക്ക് എതിർപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടി. എന്നാൽ യേശു അതല്ല ചെയ്തത്. തന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കിയിട്ടും യേശു അത് കണ്ട് മാറിപ്പോകാതെ, ഒളിച്ചോടിപ്പോകാതെ, വഴി മാറിപ്പോകാതെ ആ യേശു നേരെ കുഷ്ഠരോഗിയുടെ മുമ്പിലേക്ക് ചെല്ലുക. അവൻ നേരെ നടന്ന് യേശുവിന്റെ അരികേക്ക് വരിക. യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ മുട്ടുകൊത്തി, കുഷ്ഠരോഗി. എന്നിട്ട് കുഷ്ഠരോഗി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സറിഞ്ഞ് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ആമി കുഷ്ഠരോഗിയുടെ കുഷ്ഠം യേശുവിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്തോ, പിന്നെയോ യേശുക്രിസ്തുവിന്റെ ശക്തി അവന്റെ മേലേക്ക് വ്യാപരിച്ചു. അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിനുണ്ടായ ശക്തി എന്ത് ചെയ്തു? ആ കുഷ്ഠരോഗിയുടെ മേൽ വ്യാപരിച്ചു. അവൻ സൗഖ്യമായി. അതെ, 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങനെ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. കുരുടന്മാർ അവന്റെ അരികിൽ വന്നു, കുരുടന്മാർ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പം പക്ഷപാതക്കാരനെ അവൻ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു, അവന് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ അരികിൽ ആരെല്ലാം വന്നു അവരെല്ലാം യേശു ചേർത്ത് പിടിച്ചു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ആത്മീയ നേതാക്കന്മാർ, ലീഡർമാർ പറയട്ടെ, നിന്റെ അരികിൽ വരുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ? ഇന്നത്തെ ആത്മീയ നേതൃത്വത്തോടെ ചോദിക്കട്ടെ, ആത്മീയ നേതാക്കന്മാർ ചോദിക്കട്ടെ, നിന്നെ കാണാൻ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ, നിന്നെ കാണാൻ ഒരു നിന്റെ ചർച്ചിലേക്ക്, നിന്റെ സഭയിലേക്ക്, നിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ അവനെ കാണുമ്പോൾ നീ എഴുന്നേറ്റ് കഥ കടയ്ക്കുവോ? അവനെ കാണുമ്പോൾ നീ എഴുന്നേറ്റ് മാറിപ്പോകുവോ? അവൻ വരുന്നതെന്ന് ദൂരത്തുനിന്ന് കാണുമ്പോൾ നിന്റെ ഭാര്യയോട് പറയുമോ, അച്ഛൻ ഇവിടെ ഇല്ല, ആമി പാസ്റ്ററുടെ ഉപദേശം ഇവിടെ ഇല്ല, ആമേനല്ലേ എന്നൊക്കെ നീ പറയുമോ? ഹല്ലേലൂയ. അതോ വരുന്നവൻ ആരാണെന്ന് അറിഞ്ഞവന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുവാൻ അവനെ ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ ആത്മീയജീവിതത്തെ നീ തന്നെ ശോധന ചെയ്യണം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ സകലരും ചേർത്ത് പിടിക്കണം. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യോശുവ പറയുക, ഞാനും എന്റെ കുടുംബങ്ങളെ സേവിക്കും. അത് ഇന്ന് പകൽ ചേർത്ത് പിടിക്കാൻ കഴിയണം. എല്ലാ മേഖലയിലും എവിടെയെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു, എവിടെയെല്ലാം നശിച്ചു കിടക്കുന്നു, ചേർത്ത് പിടിക്കും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുക, പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, രാജ്യരാഷ്ട്ര നേതാക്കന്മാർക്ക് പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയാതെ രക്തച്ചൊരിച്ചിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പരിശോധനാവി, അതൊക്കെ വിട്ടിട്ട് ഒന്നിച്ച് ചേർത്ത് പിടിക്കാം. മറ്റൊരാളെ ചേർത്ത് പിടിക്കണം. അവന്റെ വിലയോ നിലയോ, അവന്റെ വസ്ത്രമോ, അവന്റെ മുഖമോ, അവന്റെ നിറവോ, അവന്റെ ജീവിതവും, അവന്റെ പാരമ്പര്യം ഒന്നും നോക്കാതെ നിന്റെ അരികിലേക്ക് വരുന്നവരെ യേശു ചേർത്ത് പിടിച്ചതുപോലെ, യേശുവിന്റെ അരികിൽ യേശു ചേർത്ത് പിടിച്ചതുപോലെ, യേശു അതിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചതുപോലെ പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ. ഇല്ലെങ്കിൽ നീ നരകത്തിൽ തന്നെ, നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യനാശം തന്നെ. നീ ചേർത്ത് പിടിച്ച് കർത്താവിനോട് ജീവിക്കുന്നെങ്കിൽ നിനക്ക് നിത്യതയിൽ ഒരു സ്ഥലം ഉണ്ടായിരിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ലോകവും പാടുള്ള സകല ജനത്തിന്, ഞാൻ ഈ കേരളത്തിൽ ഭാരതരാജ്യം 800 കോടി ജന തലമുറ കണ്ടെത്തിപ്പെടാത്തവർ, കർത്താവി രാമേശ്വരം ബാലിത കൗമാരി യൗവനത്തിൽ പാത്തിന്റെ അനുവൃത്തി രക്ഷണയാചകർ, ഓർഫണേജ് കോളേജുവെ തടവറയിലായി സകല ജനത്തെ ഏൽപ്പിക്കുന്ന കർത്താവി ജനമെല്ലാം മടങ്ങി വന്ന് മാനസാന്തര സുവിശേഷത്തിന്റെ ഭാഗമായി തീരുവാൻ, ആത്മീയ ചൈതന്യം പ്രാപിപ്പാനാണ് യേശു അതിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചതുപോലെ പരസ്പരം ചേർത്ത് പിടിക്കുക. യേശു ഭൂമിയിൽ തന്റെ അരികിൽ കടന്നു വന്നവരും എല്ലാം ചേർത്ത് പിടിച്ചതുപോലെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ചേർത്ത് പിടിക്കുക. സഹോദരങ്ങൾ തമ്മിൽ സമൂഹത്തിൽ ആരും ഒറ്റപ്പെടുത്താതെ, ആരും പഴിയാരാതെ, ആരെയും നിന്ദിക്കാതെ, ഒറ്റപ്പെടുത്താതെ, ആരുടെ കുറ്റങ്ങൾ കുറവുകൾ കണ്ടുപിടിച്ചവന് സമൂഹത്തിൽ പരസ്പരം സ്നേഹ കുറവുകൾ കണ്ട് അവനെ സ്നേഹിക്കുവാണ് കുറവ് കൊടുക്കണമേ. ഈ ലോകത്തുള്ള സകല ജനത്തിന്റെ പാപത്തെ കണ്ട് കർത്താവ് അവരെ ചേർത്ത് പിടിച്ച് യേശു, ഹല്ലേലൂയ, കർത്താവ് ഈ പാപിയായി ഓരോരുത്തരും ചേർത്ത് പിടിച്ച് അവർക്ക് നിത്യജീവനെ കൊടുത്ത യേശുവിന്റെ പോലെ ഈ സകല ജനങ്ങളുമായി തീരുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമക്കളും ദൈവദാസന്മാരെല്ലാം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.